ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പ്ലീറ്റഡ് നൈറ്റിയുടെ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ തന്നെ സ്റ്റിച്ചിങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിരുന്നു വെച്ചാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസത്തെ ഒരു താമസം വന്ന് പറ്റിയില്ല. അപ്പോൾ ഇന്ന് നമുക്കൊന്ന് സ്റ്റിച്ചിങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് പ്ലീറ്റഡ് നൈറ്റി എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതാണ് ഇന്നത്തെ വീഡിയോയിലെ കൂടി ഞാൻ ഇന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് എങ്ങനെ നമുക്ക് ഈ നൈറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളത് നമുക്ക് ക്ലിയറായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ആദ്യം തന്നെ ഞാനിപ്പോൾ നൈറ്റിയുടെ ഇതിപ്പോൾ വേറൊരു പീസ് ഞാൻ നിങ്ങൾക്കൊന്ന് ശരിക്കും വീഡിയോയിൽ ക്ലിയറായിട്ട് കാണാൻ വേണ്ടി ഒന്നും കൂടി തെളിഞ്ഞൊരു പീസ് എടുത്തേക്കണേ കേട്ടോ. ഞാനപ്പോൾ വേറൊരു തുണിയിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ ഞാൻ ഓർത്തൊന്നും നിങ്ങൾക്ക് ഒന്ന് ക്ലിയറായിട്ട് കാണാൻ പറ്റിയൊരു നൈറ്റിയുടെ പീസ് എടുത്തിട്ട് നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഞാനത് കാരണം വേറൊരു പീസാണ് ഇപ്പോൾ ഫസ്റ്റ് ഇത് എടുത്തേക്കണത്. നമുക്കൊന്ന് കഴുത്തിൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു നൈറ്റിയുടെ നമുക്ക് കഴുത്തിൻ്റെ ഭാഗവും ഫ്രണ്ട് കഴുത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണത്. അപ്പോൾ ഞാനിവിടെ യു ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്ലീറ്റഡ് നൈറ്റി ആയതുകൊണ്ട് ഇതേപോലത്തെ ഒരു യോക്ക് പാർട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഭാഗത്താണ് നമുക്ക് ഫ്രണ്ട് കഴുത്ത് ബാക്ക് കഴുത്തൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇപ്പം ഫ്രണ്ടിലെ കഴുത്താണ് സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് വേണം നമ്മൾ കഴുത്ത് ഇതേപോലെ റൗണ്ടിൽ സ്റ്റിച്ച് എടുക്കാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു കളർ പീസ് തന്നെ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ വേറൊരു കളറിലുള്ളൊരു പീസ് എടുത്തിട്ട് ആ പീസ് അതേപോലെ യു ഷേപ്പിൽ ഇതേപോലെ വെട്ടി എടുത്തിട്ട് അതിൻ്റെ അരികൊന്ന് ചെറുതായിട്ടൊന്ന് മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊന്ന് ശരിക്കൊന്ന് ക്ലിയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതൊന്ന് ഇങ്ങനൊരു ഇതാക്കി എടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു കളറിൽ എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് നിങ്ങൾക്കൊന്ന് ശരിക്കൊന്ന് മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു പീസ് നമുക്ക് താഴെ വെച്ചിട്ട് നമ്മുടെ യോക്ക് പാർട്ടിൻ്റെ ഈ ഒരു പീസ് താഴെ വെക്കണം നമ്മൾ ആദ്യം തന്നെ. അത് കഴിഞ്ഞിട്ട് ഈ യോക്ക് പാർട്ടിൻ്റെ പീസ് നമ്മൾ ഇതേപോലത്തെ ഈ നല്ല വശം ഈ പീസിനോട് കൂട്ടി വെച്ച് കഴിഞ്ഞിട്ട് നല്ല വശവും കൂടി നമ്മൾ വെക്കുമെന്ന് പറയൂലേ എപ്പോഴും. ഒരു കഴുത്തൊക്കെ അടിക്കുമ്പോൾ അങ്ങനെയുള്ള നല്ല ഭാഗവും കൂടി കൂട്ടി വെക്കണം. എന്നിട്ട് വേണം കഴുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ എന്നല്ലേ നമ്മൾ പറയല്. അപ്പോൾ അതുപോലെ നമ്മുടെ ഈ യോക്ക് പാർട്ടിൻ്റെ നല്ല വശവും കഴുത്തിന് അടിച്ചു മറിക്കാനുള്ള പീസിൻ്റെ നല്ല വശവും കൂടി നമ്മളിത് വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് വീതി തയ്യൽ തുമ്പ് ഇട്ടിട്ട് വേണം നമ്മളിതൊന്ന് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കേട്ടോ. അത് ഇപ്പോൾ റൗണ്ടല്ല, ഏതൊരു കഴുത്താണെങ്കിലും നമ്മളൊരു 1/4 ഇഞ്ച് വീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഇതാദ്യം കഴുത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണ്ട, എന്നെങ്കിൽ മാത്രം ഇത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഫ്രണ്ടിലെ കഴുത്താണ് കേട്ടോ. ഫ്രണ്ടിലെ കഴുത്താണ് നമ്മൾ ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. 1/4 ഇഞ്ച് വീതിയിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ യു ഷേപ്പ് റൗണ്ട് നെക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതേപോലെ 1/4 ഇഞ്ച് വീതിയിൽ സാവധാനത്തിൽ തയ്ച്ചാൽ മതി. ആദ്യം തന്നെയൊക്കെ തയ്ക്കുന്നവർക്കൊക്കെ കഴുത്തടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ സ്പീഡ് കുറച്ചിട്ട് സാവധാനത്തിൽ അടിച്ച് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ സ്പോഞ്ചോ ക്യാൻവാസോ ഒന്നും വെക്കാതെ ഇപ്പോൾ എല്ലാവർക്കും തയ്ച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു വിധത്തിലുള്ള ഇതിലാണ് നമ്മൾ സാധാരണ ഒരു തുണിയിട്ട് അടിച്ച് മറിക്കാനൂടെ ചെയ്യുന്നത് കേട്ടോ. അല്ലാണ്ട് പ്രത്യേകിച്ച് വേറെ പീസുകൾ ലൈനിങ് കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല ഇതിൽ. ഇതേപോലെ ഒരു നൈറ്റിയുടെ പീസ് തന്നെ ഉണ്ട് നമ്മളൊരു കഴുത്ത് അടിച്ച് മറിക്കണത് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ചെയ്ത് നോക്കാമല്ലോ ഇതിങ്ങനെ കാണുമ്പോൾ. നമ്മളിപ്പോൾ എല്ലാ ഇതും കൂടി ഉണ്ടായിട്ട് ഫസ്റ്റ് തന്നെ ആയിരിക്കും ക്ലിയറായിട്ട് ഫിനിഷിംഗ് ആയിട്ട് കഴുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതേപോലെ ഒരു പീസ് കഴുത്ത് അടിച്ചു മറിക്കാൻ എടുക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക.
അപ്പോൾ നമുക്ക് ഒന്ന് കുറേ 2-3 പ്രാവശ്യമൊക്കെ ഇതേപോലെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് എടുത്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും. അത് ഒരു ഐഡിയ നമുക്ക് കിട്ടും എങ്ങനെയൊക്കെ ഇത് കഴുത്ത് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ലൈനിങ്ങും സ്പോഞ്ചൊന്നും വെച്ചിട്ട് ഫസ്റ്റ് തന്നെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കാനൊന്നും നിൽക്കണ്ട. നമ്മൊരു സാധാരണ ഒരു പീസ് തന്നെ, ഒന്നില്ലെങ്കിൽ ഈ യോക്ക് പീസിന് പറ്റിയ സെയിം കളർ അതിൽ നിന്ന് കിട്ടണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് വേറൊരു പീസ് വെച്ച് ഇതേപോലെ അടിച്ച് മറിച്ച് എടുക്കുക. അപ്പോൾ അതേപോലെ ഞാൻ 1/4 ഇഞ്ച് വീതിയിൽ ഇതേപോലെ അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് കൂടി നമുക്ക് ഈ കഴുത്തൊന്ന് അടിച്ച് മറിക്കുമ്പോൾ ഫിനിഷിങ് ആകാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഈ ചെറിയ ത്രെഡ് കട്ടറാണിത്, ഇതേപോലത്തെ കട്ടർ വെച്ചിട്ട് നമുക്കൊന്ന്, അല്ലെങ്കിൽ കത്തർ വെച്ചിട്ടൊന്ന് ഈ സ്റ്റിച്ചുമ്പോൾ കൊള്ളാത്ത രീതിയിൽ കൂടി ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. എന്നാലേ നമുക്ക് കഴുത്ത് അടിച്ച് മറിക്കുമ്പോൾ നല്ല ഫിനിഷിങ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. നമുക്കതൊന്ന് ചെയ്തെടുക്കാം. അത് നമ്മുടെ കഴുത്തിൻ്റെ അറ്റം വരെ നമ്മളൊന്ന് അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് വിട്ട് അത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ ചെയ്താലാണ് നമുക്ക്, അല്ലെങ്കിൽ ഈ ഒരു കളർ തന്നെയാണ് ഈ പീസിൽ വെച്ചാൽ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് അവിടെ എല്ലാവർക്കും മനസ്സിലായിരുന്നില്ല. അപ്പോൾ അതിന് വേണ്ടി ഞാൻ വേറൊരു കളർ എടുത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പീസ് കഴുത്തുമ്പോൾ വെച്ചേക്കണം, നമുക്ക് ഈ സെപ്പറേറ്റ് വെച്ചേക്കണം ഈ പീസ് നമ്മുടെ ഈ താഴേക്ക് വെച്ചിട്ട് പീസിൻ്റെ യോക്ക് പീസിൻ്റെ നല്ല ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ നമ്മൾ മെഷീത്തിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ താഴേക്ക് നമ്മൾ ഈ കഴുത്തിൻ്റെ ഈ ഭാഗം താഴേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മളൊന്ന് ശരിക്കും ഇതിങ്ങനെ കൈ കൊണ്ട് തന്നെ നമ്മളൊന്ന് നല്ലോണം തേക്കുന്ന വിധത്തിൽ നല്ല വൃത്തിക്കൊന്ന് ഇതാക്കിയിട്ട് നമുക്ക് ആ പീസിൻ്റെ ഇത് വരാത്ത രീതിയിൽ അടിയിൽ വെച്ച് കൊടുത്തിരിക്കുന്ന ആ പീസിൻ്റെ ഒരു ഭാഗം ഇതിലേക്ക് ഫ്രണ്ട് വശം നമുക്ക് കാണാത്ത, കഴുത്തിൻ്റെ ഭാഗത്ത് കാണാത്ത വിധത്തിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പം ഈ നൈറ്റിയുടെ പീസായാലും നമ്മൾ ഈ ഏത് കഴുത്ത് അടിക്കുമ്പോഴും നമുക്കൊന്ന് കഴുത്തിൻ്റെ സൈഡിൽ കൂടി ആ അരികിൽ കൂടി തന്നെ നമുക്കൊന്ന് കഴുത്തിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. മുകൾ ഭാഗത്ത് കൂടി സ്റ്റിച്ച് വരണം കേട്ടോ. പതുക്കെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കഴുത്തടിക്കുമ്പോൾ എല്ലാവരും പതുക്കെ സ്പീഡ് കുറച്ചിട്ട് തന്നെ, മെഷീൻ്റെ സ്പീഡ് കുറച്ചിട്ട് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്ക് കുറച്ച് ഫിനിഷിങ് ആയിട്ടൊക്കെ വരുള്ളൂ. പിന്നെ ഈ ക്യാൻവാസൊക്കെ വെക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല ഫിനിഷിങ്ങിലൊക്കെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. പക്ഷെ അത് ഫസ്റ്റ് തന്നെ തയ്ച്ച് പഠിക്കുന്നവർക്കൊന്നും അത് ചിലപ്പോൾ അങ്ങനെ വെച്ച് തയ്ക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സാധാ ഒരു പീസ് തന്നെ എടുത്തിട്ട് കഴുത്തൊന്ന് അടിച്ച് മറിച്ച് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം കഴിഞ്ഞ് നമ്മുടെ, പിന്നെ അതിന് ശേഷം നമുക്കൊരു 2 സ്റ്റിച്ചും കൂടി, ഈ ഒരു സ്റ്റിച്ച് കൊടുത്തത് കൂടാതെ ഒരു 1/2 ഇഞ്ച് അകലത്തിലായിട്ട് നമുക്ക് 2 സ്റ്റിച്ചും കൂടി കഴുത്തിന് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ഭാഗം നല്ല ഭംഗിയായിട്ട് നല്ല ഫിനിഷിങ് ആയിട്ട് ആ ഒരു ഫ്രണ്ട് ഭാഗം നല്ല ഭംഗിയായിട്ട് പതിഞ്ഞവിടെ ഇരുന്നോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 1/2 ഇഞ്ച് നമ്മൾ ആദ്യം തയ്ച്ചേക്കണ സ്റ്റിച്ചിൻ്റെ ഭാഗത്തു നിന്ന് 1/2 ഇഞ്ച് കൂടി അകലത്തിലായിട്ട് വേറൊരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിക്ക് ഇരുന്നോളും കഴുത്തിൻ്റെ ഭാഗം കേട്ടോ. ഇപ്പോൾ കണ്ട നല്ല അടിപൊളിയായിട്ട് നമുക്ക് കഴുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റി. അപ്പോൾ കഴുത്തിൻ്റെ ഇപ്പുറത്തെ വശത്ത് കൂടി ഒരു സ്റ്റിച്ച് കൊടുപ്പോൾ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ശരിക്കും നൈറ്റിയുടെ കഴുത്തടിക്കുമ്പോൾ ഒരു 3 സ്റ്റിച്ച് ഈ യോക്ക് പോർഷനിൽ ഇട്ട് കൊടുക്കാറുണ്ട്. കാരണം അപ്പോൾ നമുക്ക് നല്ല ഭംഗി, ഇപ്പോൾ സ്പോഞ്ച് വെച്ചടിച്ചാലും ലൈനിങ് വെച്ചടിച്ചാലും ഒക്കെ നല്ല ഭംഗിയായിട്ട് ഫിനിഷിങ് ആയിട്ട് നിൽക്കും. നമ്മൾ ആ ഒരു 3 സ്റ്റിച്ച് കഴുത്തിൻ്റെ ഭാഗത്ത് തന്നെ ഒരു 1/2 ഇഞ്ച് അകലത്തിലായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കഴുത്ത് നല്ല വൃത്തിക്ക് അവിടെ ഇരുന്നോളും. അടിയിലിട്ടേക്കുന്ന തുണി മുകൾ വശത്തേക്കൊക്കെ പൊന്തി വരാതെയൊക്കെ ഇരിക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് എപ്പോഴും ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതെല്ലായിരിക്കും. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ നമുക്കൊരു സ്റ്റിച്ചിങ് കൂടി ഈ ഒരു 1/2 ഇഞ്ച് അകലത്തിലേക്ക് അടിച്ച് എടുക്കാം കേട്ടോ നമുക്ക്. അപ്പോഴാണ് അത് ആ ഫ്രണ്ട് ഭാഗത്ത് കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ നമുക്ക്. അത് നിങ്ങൾ തയ്ച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതൊരു നല്ല അടിപൊളിയായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ആ ഭാഗം കഴിഞ്ഞിട്ടാ.
ഞാനിപ്പോൾ ഇവിടെ ഒരു നൈറ്റി തയ്ച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഓർത്തത് എന്നാൽ നമുക്കൊരു നൈറ്റി സ്റ്റിച്ചിങ് ചെയ്താലോ എന്നുള്ളത്. അപ്പോഴാണ് ഞാൻ തയ്ച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കഴുത്ത് ആ നൈറ്റിയുടെ ഫ്രണ്ട് പീസ് ഞാൻ തയ്ച്ച് വെച്ചപ്പോഴാണ് എന്നാൽ പിന്നെ നമുക്കൊന്ന് കഴുത്തടിക്കണത് ഒന്ന് വീഡിയോയിൽ കാണിച്ചു കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ വേറൊരു പീസ് എടുത്ത് നിങ്ങളെ കാണിച്ചു തന്നത്. ഞാനിപ്പോൾ ആദ്യം ഇത് അടിച്ച് വെച്ച് പോയി, അതുകൊണ്ടാണ്. അപ്പം ഇതേപോലെ തന്നെ ഇപ്പം ഞാൻ ഈ അടിച്ച് കാണിച്ച പോലെ തന്നെയാണ് ഞാൻ ഈ പീസും കൂടെ അടിച്ച് വെച്ചേക്കണത് കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു പീസിൽ അപ്പം ഇനി നമുക്കൊന്ന് കാണാട്ടോ ബാക്കിയുള്ള ഭാഗം. ഈ പീസിൽ ഞാനിപ്പോൾ ഇവിടെ ഒരു നൈറ്റി സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയതായിരുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്ത് തന്നാൽ നിങ്ങളെ കൂടി ഒന്ന് ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ കാണിക്കാമെന്നുള്ള നിലക്ക് ഞാനപ്പോൾ വേറൊരു പീസ് എടുത്തിട്ട് നിങ്ങൾക്കൊന്ന് അടിച്ച് കാണിച്ചു തന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ അടിച്ച് വെച്ചേക്കുന്ന ഈ പീസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി ഈ ഒരു തുണി കൂടി നമുക്ക് മെറ്റീരിയലിൽ കാണിച്ചു തരാം കേട്ടോ ഞാൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിലെ പീസാണ് നമുക്ക് തയ്ക്കേണ്ടത് കേട്ടോ. ബാക്കിലെ പീസ് തയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കിവിടെ ഒരു ചെറുതായിട്ടൊരു പടി പോലെ വെച്ച് കൊടുക്കാനുണ്ട് ഈ ഒരു ഭാഗത്ത് ഇടാം. അപ്പോൾ നമ്മൾ അവിടെ പൊളിച്ചിട്ട് ഒരു പടി വെക്കണില്ല. അപ്പോൾ നമ്മൾ ഈ സെൻറ്ററിലൊരു ചെറിയ പീസ് നമ്മൾ വെട്ടിയെടുത്തിട്ട് അവിടെ ഒരു കഷ്ണം നമ്മൾ വെച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരു ചെറിയൊരു പീസ് ഇനി ഒരു പടി വെക്കണ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഒരു ദിവസം അത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ തൽക്കാലം നമ്മൾ ഇവിടെ ഒരു പീസ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഈ ഒരു ഇതിലൊരു പീസ് വെച്ചിട്ട് ഇതിവിടെ ഇങ്ങനെ ചെറിയൊരു പീസ് വെച്ചിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ അത് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ എല്ലാവർക്കും അവിടെ ഓപ്പൺ ചെയ്തിട്ട് ഒരു പടി വെക്കണം എന്ന് ആഗ്രഹമില്ലാത്തവരും ഉണ്ടാവും. ഫീഡ് ചെയ്യണ അമ്മമാരും പിന്നെ ചില വയസ്സായ ആൾക്കാർക്കൊക്കെ കൂടുതലായിട്ട് അവിടെ എന്തായാലും നമ്മൾ ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഇത് എല്ലാവർക്കും ചിലപ്പോൾ അത് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവില്ല. ഇഷ്ടമില്ലാത്തവർക്ക് ഞാൻ ഇങ്ങനെയാണ് ചെയ്ത് വെച്ചെടുക്കൽ. അവിടെ ഒരു ഓപ്പണിങ് വേണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഒരു എന്തായാലും ഒരു പടി ചെറുതായിട്ട് വെക്കണം നമ്മൾ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതേപോലെ ഒരു ചെറിയ പീസ് വെച്ച് കൊടുക്കലാണ് കേട്ടോ. അപ്പം ഇതിനങ്ങനെയാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ നമുക്ക് അതേപോലെ ഒന്ന് ചെറിയൊരു പീസ് ഇതിവിടെ വെച്ച് കൊടുക്കാം കേട്ടോ. എന്തായാലും നൈറ്റിയുടെ ആ ഒരു ഭാഗം അങ്ങനെ ഒന്നുമില്ലാതെ ഒഴിച്ചങ്ങനെ ഇടാറില്ല. കാരണം അവിടെ എന്തെങ്കിലും ഒരു ഇതേപോലെ ഒരു ചെറിയതായിട്ടാണെങ്കിൽ ഒരു ഓപ്പൺ ചെയ്തില്ലെങ്കിൽ നമ്മളൊരു പീസ് വെച്ച് കൊടുക്കും അവിടെ. അപ്പോൾ നമുക്ക് പടി വെക്കണ ഒരു വീഡിയോ നമുക്ക് പിന്നെ ഒരു ദിവസം ഞാൻ വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കത് പിന്നീട് ഒരു ദിവസം കാണാം. അപ്പോൾ ഇതേപോലെയാണ് വെച്ചേക്കണത് കേട്ടോ. അപ്പോൾ അത് അവിടെ ഒരു പീസ് വെച്ച് കൊടുത്ത് അതിന് ശേഷം ഇനി ബാക്കിലെ പീസാണ് നമ്മളൊന്ന് കഴുത്ത് ഭാഗം സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കഴുത്തിൻ്റെ നമ്മുടെ എന്താ പറയുക ഇതേപോലെ ഞാൻ ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് കൂട്ടിച്ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ക്രോസ് പീസ് വെട്ടാനൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. അപ്പോൾ ഞാനത് പിന്നെ കുറേ എല്ലാം കൂടി വീഡിയോയിൽ കാണിക്കുമ്പോൾ വീഡിയോ ഭയങ്കര ലെങ്തായിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതേപോലെ ക്രോസായിട്ട് വെട്ടിയിട്ട് ഇത് കൂട്ടിച്ചേർത്ത് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിലെ കഴുത്തിന് എന്തായാലും ക്രോസ് പീസ് വേണം. അപ്പം ഞാൻ അതുകൊണ്ട് ഇങ്ങനെ കൂട്ടിച്ചേർത്ത് വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിലെ കഴുത്തും ഇതേപോലെ തന്നെ 4 ഇഞ്ച് വീതിയിൽ തയ്യൽ തുമ്പ് ഇട്ടിട്ട് നമുക്കിതൊന്ന് ക്രോസ് പീസ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഈ ക്രോസ് പീസിനെ ഇതേപോലെ 2ആക്കി മടക്കിയിട്ടിട്ട് ഈ ഒരു എൻഡാണ് കേട്ടോ. ഇതേപോലെ 2ആക്കി മടക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ ഇതിൽ വെച്ച് കൊടുക്കണത്. നമുക്ക് ഇതേപോലെ തന്നെ മുഴുവനായിട്ടും ഈ ഒരു കഴുത്തിൻ്റെ ഭാഗം നമുക്ക് 4 ഇഞ്ച് വീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അതേപോലെ അറ്റം വരെ
രണ്ടാക്കി തന്നെ മടക്കി വെച്ചിട്ട് 1/4 ഇഞ്ച് വീതിയിൽ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാലൻസ് ഒന്ന് ആ പീസ് നമ്മളങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം. അതിന് ശേഷം ഇത് നമ്മൾ ഫസ്റ്റ് ഫ്രണ്ടിലെ കഴുത്ത് കാണിച്ച പോലെ തന്നെ ഇതിനും നമുക്ക് കുറേശ്ശെ തയ്യലുമ വരാത്ത രീതിയിൽ ആ 1/4 ഇഞ്ച് വന്നേക്കണ ഭാഗത്ത് കൂടി നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് തയ്ച്ച് മറിക്കുമ്പോൾ ഫിനിഷിംഗ് ആയിട്ട് ഇരുന്നോളും. അപ്പോൾ കഴുത്ത് വന്ന ഭാഗത്ത് നമ്മളൊന്ന് അതേപോലെ എപ്പോഴും കട്ട് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇത് നമ്മൾ ഇതേപോലെ ഈ പീസ് ഇതേപോലെ ഇങ്ങോട്ട് മറിച്ചിങ്ങനെ വെച്ചിട്ട് മോൾ ഭാഗത്ത് കൂടി നമുക്കൊരു തയ്യൽ കൊടുക്കേണ്ടതുണ്ട്. അതേപോലെ മുകൾ ഭാഗത്തേക്ക് കൂടി ഒരു സ്റ്റിച്ച് നമ്മൾ ചെയ്യണ്ട കേട്ടോ. ഇതേപോലെ എന്നിട്ട് വേണം ഈ കഴുത്തൊന്ന് മടക്കി അടിച്ച് കൊടുക്കാൻ. അത് നമ്മൾ ഷോൾഡർ ജോയിൻറ്റ് 2 പീസും കൂടി ഷോൾഡർ ജോയിൻറ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ ഭാഗത്തെ പീസ് കഴുത്തിൻ്റെ ഈ ബാക്കിലെ പീസ് നമ്മൾ മറിച്ചടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇനി ഷോൾഡർ വെച്ച് കൊടുക്കുക. കണ്ടോ. അപ്പോൾ ഈ ബാക്കിലെ പീസ് ഇതേപോലെ വിരിച്ചിട്ടതിന് ശേഷം ബാക്കിലെ പീസ് ഇങ്ങനെ വിരിച്ചിടുക. അതിന് ശേഷം അതിൻ്റെ മുകളിൽ ഫ്രണ്ട് ഭാഗം വെക്കുക. എന്നിട്ട് കണ്ടോ ഇതേപോലെ ഈ കഴുത്ത് നമ്മൾ ബാക്കിലെ കഴുത്തിൻ്റെ ക്രോസ് പീസ് വെച്ച് മറിച്ച് അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ ഭാഗത്ത് ഈ സൈഡ് കണ്ട ഷോൾഡറിൻ്റെ ഈ ഭാഗം കൊണ്ട് നമ്മൾ ഈ ഫ്രണ്ട് വശം വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ പീസ് ഇങ്ങോട്ടേക്ക് ഫ്രണ്ട് വശത്തേക്ക് ഇങ്ങോട്ട് മറിച്ച് വെക്കുക. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ നമുക്ക് ഈ ഷോൾഡറിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തുനിന്ന് ഷോൾഡറിൻ്റെ അറ്റത്തേക്ക്, അതായത് കൈക്കുഴിയുടെ ഭാഗത്തേക്ക് നമുക്ക് ഷോൾഡറൊന്ന് ഇതേപോലെ അടിച്ചു കൊടുക്കുക കേട്ടോ. 1/2 ഇഞ്ച് രീതിയിൽ തയ്യൽ തുമ്പിടുക. അതേപോലെ തന്നെ അപ്പുറത്തെ വശവും ഇതേപോലെ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതേപോലെ തന്നെ കണ്ട നമ്മൾ ഈ തയ്യൽ തുമ്പിൻ്റെ അരികത്ത് കൊണ്ടുവന്ന് വെക്കുക. എന്നിട്ട് ഈ ബാക്കിലെ കഴുത്തിൻ്റെ ക്രോസ് പീസ് ഈ ഫ്രണ്ട് കഴുത്തിലേക്ക് മറിച്ച് വെക്കുക. ഇതേപോലെ തന്നെ നമുക്ക് 1/2 ഇഞ്ച് വീതിയിൽ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. അതപ്പോൾ ആ ഷോൾഡർ നമ്മൾ ജോയിൻ്റ് ചെയ്തെടുത്ത് അതിന് ശേഷം ഇതേപോലെ കണ്ട ഇതിങ്ങനെ ഈ ബാക്കിലെ പീസ് വെച്ചിട്ട് ഇതേപോലെ ഇതിങ്ങനെ അങ്ങോട്ട് മറിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്തുനിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം കേട്ടോ. ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്തുനിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കഴുത്തിൻ്റെ ഭാഗത്തേക്ക് വന്ന് നിർത്തിയിട്ട് എന്നിട്ട് നമുക്ക് ബാക്കിലെ പീസിൻ്റെ ഭാഗത്തേക്ക് കഴുത്തിലെ ബാക്ക് പീസിൻ്റെ കഴുത്ത് നമ്മൾ അടിച്ച് മറിച്ച് തയ്ച്ചിട്ടില്ലല്ലോ, അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് തയ്ച്ചു കൊടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ നമ്മൾ തയ്ച്ചു കൊടുക്കുക. എന്നിട്ട് ഷോൾഡറിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഈ ഷോൾഡറിൻ്റെ ഈ അറ്റത്തേക്ക് കൊണ്ടുവന്ന് തയ്യൽ നിർത്തുക. അപ്പോൾ ആ ഭാഗം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഫ്രണ്ടും ബാക്കും നമ്മുടെ കഴുത്തിൻ്റെ ഷോൾഡറിൻ്റെയും സ്റ്റിച്ചിങ് കഴിഞ്ഞു. അപ്പോൾ ഇതേപോലെ കിട്ടും. ഇനി അതിന് ശേഷം ഇതിൻ്റെ ഈ 2 പീസിൻ്റെയും താഴേക്കുള്ള സ്കേർട്ട് പീസാണ് നമുക്കിനി വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ഒരു പോർഷൻ എടുത്ത് ഫ്രണ്ട് പീസ് ബാക്ക് പീസ് ഏതെങ്കിലും ഒരു ഭാഗം എടുത്തതിന് ശേഷം ഇതേപോലെ വിരിച്ചിട്ടതിന് ശേഷം നമുക്ക് സ്കേർട്ട് പീസ് എടുക്കാം. സ്കേർട്ട് പീസ് നമുക്കിതിവിടെ നമ്മൾ ഇതേപോലെ സെൻറ്ററൊക്കെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സെൻറ്റർ ഈ ഭാഗത്ത് വരണോണ്ട് നമ്മുടെ ഈ പോർഷൻ്റെ സെൻറ്ററിൻ്റെ ഭാഗത്തായിട്ട് ഈ സ്കേർട്ട് പീസിൻ്റെ സെൻറ്റർ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ വരണം. അപ്പോൾ നമ്മൾ അതിനാദ്യം തന്നെ ഈ കൈക്കുഴി നമുക്ക് സ്കേർട്ട് പീസിൻ്റെ കൈക്കുഴി ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. യോക്ക് പോർഷനിൽ കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള കൈക്കുഴി നമ്മൾ സ്കേർട്ട് പീസിൻ്റെ സൈഡിലായിട്ടാണ് കൊടുത്തേക്കുന്നത്. ആ കൈക്കുഴിയും ഈ യോക്ക് പോർഷൻ്റെ കൈക്കുഴിൻ്റെ ഒന്നിച്ച് വെച്ചതിന് ശേഷം ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. എന്നിട്ട് ആ
തുടങ്ങുന്നതിൻ്റെ അവിടെ നിന്ന് തുടങ്ങി ഒരു 3 ഇഞ്ച് 3.5 ഇഞ്ച് കഴിയുമ്പോഴാണ് നമ്മൾ പ്ലീറ്റ്സുകൾ ഇട്ട് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററും ഈ യോക്ക് പോർഷൻ്റെ സെൻറ്ററും ഒരേ ഒന്നിച്ച് വരണം കേട്ടോ, ഒരു അളവിൽ ആയിട്ട് വരണം. അപ്പോൾ ഒരു 3-3.5 ഇഞ്ച് നമുക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയതായിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്കിങ്ങനെ ചെറുതായിട്ട് ഇതേപോലെ നമ്മളിപ്പോൾ പെറ്റിക്കോട്ടൊക്കെ ഷെമ്മീസൊക്കെ അടിച്ചൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരെയൊക്കെ ആണെങ്കിലും അറിയാൻ പറ്റും. ചെറിയ ചെറിയ പ്ലീറ്റാണ് ഈ ഒരു നൈറ്റിക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ചെറുതായിട്ട് കേട്ടോ, ഒരു 1/4 ഇഞ്ച് അളവിൽ തന്നെ ആയിട്ടുള്ളൊരു പ്ലീറ്റ്സുകളാണ് നമ്മളിവിടെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ സെൻറ്ററിൽ നമ്മൾ ഭയങ്കര തിക്കായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കില്ല. പടി വെക്കുന്നവരിക്കാണെങ്കിൽ എന്തായാലും 1 ഇഞ്ച് അകലം അവിടെ നമ്മൾ ഒരു ഗ്യാപ്പ് വിടും ആ സെൻറ്റർ ഭാഗത്ത് നമുക്ക് പടി വെക്കാനായിട്ട്. ഇതിപ്പോൾ അവിടെ നമ്മൾ പടി വെക്കാത്തത് കൊണ്ട് നമ്മൾ അധികം അങ്ങോട്ട് പ്ലേറ്റിൻ്റെ ഭാഗത്ത് ഗ്യാപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതില്ല. അത്യാവശ്യം ഭയങ്കര തിക്കില്ലാണ്ട് തന്നെ ആ ഭാഗം ചെറിയ ചെറിയ പ്ലീറ്റുകൾ ഇട്ടാണ് വരുന്നത് കേട്ടോ. ചെറുതായിട്ട് ഇട്ട് നമുക്ക് ഈ കൈക്കുഴിയിൽ കൊണ്ടുവന്ന് ഇതേപോലെ കൈക്കുഴിയിൽ അറ്റത്തേക്ക് എത്തണ വിധത്തിൽ പ്ലീറ്റുകൾ നിർത്തണം കേട്ടോ. പ്ലീറ്റ് ഇടൽ നമ്മൾ ഈ കൈക്കുഴിയുടെ അറ്റത്ത് ഈ 2 പീസും കൂടി എത്തണ വിധത്തിലായിരിക്കും ഒരു പ്ലീറ്റ് ഇട്ട് നിർത്തേണ്ടത് കേട്ടോ. അതിന് ശേഷം ബാക്കിയുള്ള ഭാഗം നമ്മൾ ഇങ്ങോട്ട് ചേർത്ത് അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ പ്ലീറ്റ് കിട്ടും. നല്ല ഭംഗിയായിട്ട് ചെറിയ ചെറിയ പ്ലീറ്റുകൾ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് കിട്ടും. ഇനി അതിൻ്റെ മുകളിൽ കൂടി നമ്മൾ ഈ യോക്ക് പാർട്ടിൻ്റെ മുകളിൽ കൂടി നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മളതൊന്ന് പതിച്ചടിച്ചാൽ അവിടെ ഒരു ഭംഗിയായിട്ട് ആ ഒരു ഭാഗം നല്ല ഭംഗിയായിട്ട് നിന്നോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് അടിച്ചു കൊടുക്കും കേട്ടോ. അങ്ങനെ അപ്പോൾ ആ ഒരു ഭാഗം കഴിഞ്ഞ് നമുക്ക് അതേപോലെ തന്നെ ഇനി ബാക്കിലെ ഭാഗവും നമുക്ക് സ്കേർട്ട് പീസ് വെച്ച് എടുക്കാം കേട്ടോ. അതേപോലെ തന്നെ കൈക്കുഴിയുടെ ഭാഗത്തുനിന്ന് നമ്മൾ വെച്ച് തുടങ്ങുക. അതിന് ശേഷം ഒരു 3 ഇഞ്ച് 3.5 ഇഞ്ച് ഗ്യാപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് പ്ലീറ്റ് ഇട്ട് തുടങ്ങാം. ഇതിൻ്റെയും സെൻറ്റർ രണ്ടിൻ്റെയും സെൻറ്റർ ഒപ്പം വരുന്ന രീതിയിലായിരിക്കണം കേട്ടോ ഇവിടെ പ്ലീറ്റ് ഇട്ട് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഭയങ്കര തിക്കിലൊന്നും പ്ലീറ്റ് ഇട്ട് കൊടുക്കില്ല. അതിനുള്ള തുണി നമ്മുടെ ഇതിലുണ്ടാവില്ല. എന്നാൽ അത്യാവശ്യം തിക്കിലായിട്ട് പ്ലീറ്റ് ഇടുകയും വേണം. ഈ ഒരു കട്ടിങ് നൈറ്റ് നമ്മൾ ഈ തുണിയിൽ നിന്ന് അടിച്ചെടുക്കുമ്പോൾ എന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ടുള്ള അളവിൽ തന്നെയാണ് ആ ഒരു മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ നമുക്ക് അധികം പീസൊന്നും ഇതിൽ നിന്ന് കിട്ടാൻ ഇടയില്ല. പിന്നെ അത്രയും ഹൈറ്റൊക്കെ കുറഞ്ഞ ആൾക്കാരായിരിക്കും, അങ്ങനത്തെ ആൾക്കാർക്ക് മാത്രമേ ഇരിക്കുള്ളൂ അതിൽ നിന്ന് കുറച്ച് പീസൊക്കെ നമുക്ക് ബാലൻസൊക്കെ കിട്ടുള്ളൂ. അതേപോലെ വണ്ണം കുറവുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിലും കുറച്ച് പീസൊക്കെ നമുക്ക് അതിൽ നിന്ന് ബാലൻസ് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെയൊക്കെ എല്ലാം നല്ല കറക്റ്റായിട്ട് നല്ല അഡ്ജസ്റ്റ് ഇട്ട് കൊടുത്താൽ നമുക്ക് എല്ലാം നല്ല ഭംഗിയായിട്ട് ഇത് തയ്ച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഒട്ടും ഒരു പീസ് നമ്മൾ വേറെ അങ്ങോട്ട് നീക്കി കളയാതെ അത് നല്ല കറക്റ്റായിട്ട് തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗവും കഴിഞ്ഞ് അതിൻ്റെ നമ്മൾ ഇതേപോലെ അടിച്ചു കൊടുക്കും കേട്ടോ. യോക്ക് പാർട്ടിൻ്റെ മുകൾ വശത്ത് കൂടി നമ്മളൊന്ന് പതിച്ചടിച്ചു കൊടുക്കും കേട്ടോ. ഇതേപോലെ നമ്മൾ പതിച്ചടിച്ചു കൊടുക്കും. അപ്പോൾ ആ 2 വശവും കഴിഞ്ഞിട്ടാ. ഇനി നമുക്ക് കൈയാണ് വെക്കാനുള്ളത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഇത് അത് വിരിച്ചിട്ടിട്ട്
കൈക്കുഴിയുടെ ഭാഗം എടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ കൈക്കുഴി കൈ വെക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്നിട്ടാണ് കേട്ടോ, ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്നിട്ടാണ് ഞാൻ കൈ വെച്ച് തുടങ്ങുന്നത്. അപ്പോൾ ഈ ഷോൾഡർ നമ്മളിവിടെ തയ്ച്ചേക്കണ അതൊരു സെൻറ്ററാണല്ലോ കൈക്കുഴിയുടെ, അതേപോലെ തന്നെ കൈയിൻ്റെ ഇവിടെ നമ്മൾ ഒരു കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സെൻറ്റർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സെൻറ്ററും ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് സെൻറ്റർ വെച്ചിട്ട് വേണം നമ്മൾ കൈ തയ്ച്ച് തുടങ്ങാൻ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ സെൻറ്ററിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് അവിടെ നിന്ന് ഇതേപോലെ അരയിഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് വേണം താഴേക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ തുടങ്ങിയ ഭാഗത്തു നിന്ന് തന്നെ പിന്നെ നമ്മൾ ഇതേപോലെ കൈക്കുഴിയുടെ ഭാഗത്തേക്ക് തന്നെ നമ്മൾ ഇപ്പുറത്തെ വശവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. സ്കേർട്ടിൻ്റെ ആ ഭാഗത്തേക്ക് നമ്മുടെ ഈ നൈറ്റിയുടെ കൈക്കുഴി വരുന്നുണ്ടല്ലോ, അപ്പോൾ സ്കേർട്ടിൻ്റെ ആ കൈക്കുഴിയുടെ അറ്റം വരെ നമ്മൾ ഈ കൈയുടെ പീസ് നമ്മൾ വെച്ച് കൊടുക്കണം കേട്ടോ. എന്നാലാണ് കൈ ഭംഗിയായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റുള്ളൂ. ഫസ്റ്റ് തന്നെ അടിക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. നമ്മൾ പിന്നെയൊക്കെ ചെയ്താണ് എല്ലാം നമുക്കൊരു ഐഡിയ കിട്ടി നമ്മൾ ഫിനിഷിംഗ് ആയിട്ടൊക്കെ പിന്നെ തയ്ച്ചെടുക്കാൻ പറ്റുന്നു. അപ്പം നമുക്ക് ആദ്യം തന്നെ പേടിച്ചൊന്നും ഇരിക്കേണ്ട, നല്ല കറക്റ്റായിട്ടൊക്കെ തയ്ച്ചെടുക്കാൻ പറ്റും. അത് കുറച്ച് 2-3 പ്രാവശ്യമൊക്കെ നമുക്ക് ഒരു തുണിയിൽ ആദ്യം തന്നെ ഒരു പഴയ തുണിയൊക്കെ വെട്ടിയിട്ട് അതിൽ തന്നെ അത് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ കുറച്ചും കൂടി നല്ലൊരു തുണി എടുക്കുക. അങ്ങനെയൊക്കെ നിങ്ങൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഫസ്റ്റ് തന്നെ നല്ല ഭംഗിയുള്ള തുണിയൊക്കെ മേടിച്ച് നല്ല വില കൂടിയ തുണിയൊന്നും മേടിച്ച് ആരും സ്റ്റിച്ച് ചെയ്തെടുക്കരുത് കേട്ടോ. കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു തരക്കേടില്ലാത്തൊരു തുണി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് മതി, അല്ലെങ്കിൽ ഒരു വില കുറഞ്ഞൊരു തുണി വാങ്ങിക്കുക. എന്നിട്ട് അത് നമ്മളൊന്ന് കട്ട് ചെയ്ത് അത് തന്നെ സ്റ്റിച്ച് ചെയ്തൊക്കെ എടുക്കാൻ നോക്കാം കേട്ടോ. എന്നിട്ട് അതൊന്നും നന്നായിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരു തുണി മേടിച്ചിട്ട് പിന്നെ അങ്ങനെ 2-3-4 പ്രാവശ്യം, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്നത് വരെ നിങ്ങളങ്ങനെ ചെയ്യുക. അപ്പോൾ എന്തായാലും അത് ശരിയാകും. അത് പേടിച്ചൊന്നും ഇരിക്കണ്ട. പേടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തയ്യലൊന്നും പഠിക്കാനൊന്നും പറ്റില്ല. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാനൊക്കെ ആദ്യം തന്നെ തയ്ച്ച് പഴയ തുണികളിലാണ് നമ്മൾ ആദ്യം തന്നെയൊക്കെ പഠിച്ചേക്കുന്നത്, അപ്പോൾ കട്ട് ചെയ്ത് പഠിച്ചേക്കുന്നത്. അപ്പോൾ അതേപോലെയൊക്കെ തന്നെ ചെയ്ത് നമ്മൾ പഠിക്കുക. എന്നിട്ട് പിന്നെ ഒരുവിധം നന്നായിട്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നല്ലൊരു തുണി വാങ്ങിയിട്ട് നമുക്ക് അതിലൊന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. പുതിയ തുണിയിലൊക്കെ നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ പേടിയൊക്കെ നല്ലോണം മാറിക്കോളും. നമുക്ക് പഴയ തുണിയിലൊക്കെ ചെയ്തതിന് ശേഷം നമുക്കൊരു ആത്മവിശ്വാസം തോന്നുമ്പോൾ നമ്മളൊരു പുതിയ തുണി എടുത്തിട്ട് അത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം കേട്ടോ. നമുക്ക് ഈ അടുത്ത കൈയും കൂടി ഞാനിവിടെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അതിൽ പറഞ്ഞിട്ടുണ്ടായില്ല, ഞാനതാണ് പിന്നെയും റിപ്പീറ്റ് ചെയ്യാത്ത കേട്ടോ. എന്നാലും ഒന്നും കൂടി പറയാം. ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്നാണ് കേട്ടോ കൈയിൻ്റെ ഭാഗം നമ്മൾ ഫസ്റ്റ് വെച്ച് തുടങ്ങിയത്. 1/2 ഇഞ്ച് അളവിലാണ് കേട്ടോ നമ്മൾ തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ആ സെൻറ്ററിൽ നിന്ന് തന്നെയാണ് കേട്ടോ അപ്പുറത്തെ 2 വശങ്ങളും നമ്മൾ കൈ വെച്ച് കൊടുത്തേക്കുന്നത് കേട്ടോ. അതായത് സ്കേർട്ടിൻ്റെ ഭാഗത്ത് നമ്മൾ കൈക്കുഴി വെട്ടി കൊടുത്തിട്ടുണ്ടായില്ല, ആ ഭാഗത്തേക്ക് വരെ തയ്ച്ച് കൊടുക്കണം കേട്ടോ. എന്നാലാണ് കൈ മുഴുവനായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ 2 വശത്തെയും കൈ നമ്മൾ വെച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ഈ 2 കൈയും കൂടി ഇതേപോലെ കൂട്ടി വെച്ചതിന് ശേഷം ഇവിടെ നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പാണ് നമ്മൾ ഇടുന്നത് കേട്ടോ. അവിടെ നമുക്ക് കൂട്ടാനും കുറക്കാനും ഒക്കെ ചിലപ്പോൾ നമുക്ക് ഇടം കൂട്ടേണ്ട ആവശ്യം വരികയൊക്കെ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് 1 ഇഞ്ച് എന്തായാലും തയ്യൽ തുമ്പ് നമ്മൾ അവിടെ ഇടണം. എന്നാലും അത്ര നമുക്ക് ഇനി ഇടം കൂട്ടണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ 1 ഇഞ്ച് അളവിൽ നമ്മൾ തയ്യൽ തുമ്പ് അവിടെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ.
അതേപോലെ കൈയിൻ്റെ ഭാഗത്താണ് നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടുന്നത്. ഈ പ്ലീറ്റഡ് നൈറ്റി എന്ന് പറഞ്ഞാൽ എന്തായാലും ഈ ഒരു ഭാഗം ഈ നമുക്ക് എന്തായാലും ഇടം എന്തായാലും ലൂസായിട്ടാണ് കിടക്കുന്നത്. ഈ ചുരിദാർ കട്ട് നൈറ്റിയുടെ പോലെ അല്ലല്ലോ നമ്മളിത് കറക്റ്റ് ഷേപ്പിലല്ലല്ലോ വെട്ടിയെടുക്കണത്. കൈ മാത്രമല്ല നമ്മൾ കറക്റ്റ് ഷേപ്പിൽ വെട്ടണത്. അപ്പോൾ അവിടെ മാത്രം നമ്മൾ 1 ഇഞ്ച് അളവ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക. അതിനുശേഷം കൈക്കുഴിയുടെ ആ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടാൽ മതി കേട്ടോ. വെച്ചാൽ ഇവിടെ ലൂസായിട്ടാണ് നമ്മൾ കിടക്കണം. പ്ലീറ്റ്സ് ഇട്ടത് കാരണം തന്നെ ആ ഭാഗം നല്ല ലൂസായിരിക്കുമല്ലോ. പിന്നെ അവിടെ നമ്മൾ 1 ഇഞ്ച് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെ ഇടം കൂട്ടേണ്ട ഒരു ഇത് വരില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പം ഇതൊന്ന് അടിയിൽ വശം വരെ നമുക്കൊന്ന് തയ്ച്ചെടുക്കുക. അപ്പം 2 ഭാഗവും 2 സൈഡും ഇതേപോലെ നമ്മൾ തയ്ച്ചെടുക്കുക കേട്ടോ. അടുത്ത കൈയിൻ്റെ ഭാഗവും അതേപോലെ തന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടുക. എന്നിട്ട് ഇതേപോലെ കൈയിൻ്റെ എൻഡിൽ നിന്ന് തയ്യൽ തുടങ്ങി കൈക്കുഴി എത്തുമ്പോൾ നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ടായിരിക്കണം കേട്ടോ പാവാട പീസ് മേൽക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതേപോലെ 1/2 ഇഞ്ച് ഇട്ട് താഴേക്ക് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ഒരു 1/4 ഇഞ്ച് ആദ്യം നമുക്ക് അടിഭാഗം കേട്ടോ, നൈറ്റിയുടെ അടിഭാഗം 1/4 ഇഞ്ച് മടക്കി കൊടുക്കുക. അതേപോലെ തന്നെ ഒന്നും കൂടി 1/4 ഇഞ്ചായിട്ട് നമുക്കൊന്ന് മടക്കി 2 ലെയറായിട്ട് ഇങ്ങനെ ഇതേപോലെ മടക്കി വെച്ചിട്ട് നമുക്കൊന്ന് മടക്കി തയ്ച്ച് കൊടുക്കാം കേട്ടോ. ആദ്യം തന്നെ ഒരു 1/4 ഇഞ്ച് മടക്കുക. അതിനുശേഷം ഒന്നും കൂടി അത്രയും തന്നെ അളവിൽ ഒന്നും കൂടി മടക്കി കൊടുക്കുക. എന്നിട്ട് തയ്ച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗവും കൂടി തയ്ച്ച് കഴിഞ്ഞാൽ നമുക്ക് നൈറ്റിയുടെ ഇത് സ്റ്റിച്ചിങ് നമ്മൾ കഴിയും കേട്ടോ. അറ്റം വരെ ഒന്ന് നമുക്കങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. വീഡിയോ അധികം ലെങ്തായി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് വേഗം അടിച്ചെടുക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് അടിക്കുമ്പോൾ സാവധാനത്തിൽ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടോ. അപ്പോൾ നമുക്കൊന്ന് മറിച്ച് എടുത്തിട്ട് കൈയൊക്കെ ഒന്ന് എടുക്കും. അതിന് ശേഷം ഇതിങ്ങനെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ഇതേപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് വീഡിയോ മുഴുവനും കണ്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്നുള്ളത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. ഇനി ഒരു പ്രാവശ്യം കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ 2-3 പ്രാവശ്യം നമ്മൾ തുടരെ ഒന്ന് കാണുക. എന്നിട്ട് എവിടെയാണ് മനസ്സിലാവാത്തതെന്ന് വെച്ചാൽ അതൊന്നും കൂടി നമ്മൾ പിന്നെ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഒരു തുണി എടുത്തിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായും എല്ലാവരും കണ്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ എല്ലാവരും ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനി ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.
അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.